നമസ്കാരം. നമ്മൾ പലപ്പോഴും അനിശ്ചിതത്വം എന്ന ഒരു സ്റ്റേജിലെത്താറുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ വല്ലാതെ വിഷമിക്കുന്ന നിമിഷം. സാമൂഹ്യപരമായും കുടുംബപരമായും സാമ്പത്തികപരമായും മറ്റ് പല രീതിയിലും മാനസികമായും അതുപോലെ തന്നെ അപവാദങ്ങൾ കൊണ്ടും നമ്മൾ നിറയ്ക്കപ്പെടുന്നു, ചുറ്റപ്പെടുന്നു. നമ്മളൊരു പുലിമടയിൽ അകപ്പെടുന്ന അവസ്ഥ. ആ സമയത്താണ് പലരും ആത്മഹത്യയെപ്പറ്റിയും മറ്റും ചിന്തിക്കുന്നത്. പക്ഷേ ആത്മഹത്യ പോംവഴിയാണോ? നമുക്ക് ഈ ജന്മം തന്നത് നമ്മളിവിടെ തീർക്കാനാണ്, നമ്മുടെ ജോലികൾ ചെയ്ത് തീർക്കാനാണ്. അതുകൊണ്ട് ഒരു നിമിഷം ചിന്തിക്കൂ. നിങ്ങളെ സഹായിക്കാൻ പലരുമുണ്ടാകും. നിങ്ങൾ പെട്ടെന്ന് എടുത്തുചാടി ഒരു തീരുമാനമെടുക്കരുത്. നിങ്ങളെ സഹായിക്കാൻ ഏതോ ഒരു അജ്ഞാതൻ അല്ലെങ്കിൽ ഒരു അജ്ഞാത ഉണ്ടാകും. സഹായഹസ്തങ്ങളുമായി നിൽക്കുന്ന പലരുമുണ്ട് ലോകത്ത്. അവർ നിങ്ങൾ മരിക്കാൻ പോകുന്ന അറിയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് ഒന്ന് തുറന്നു പറയുക ആരോടെങ്കിലും. ആ ഒരു നിമിഷം നിങ്ങൾ വല്ലാത്ത നിൽക്കുന്ന ആ നിമിഷം തരണം ചെയ്താൽ അടുത്ത് നിങ്ങൾക്ക് നന്മയായിട്ടായിരിക്കും വരും. നിങ്ങളറിയുന്നുണ്ടോ, ഇപ്പോൾ ഇന്ത്യ പാക് യുദ്ധം എന്ന് നമ്മൾ വലിയ രീതിയിൽ ചിന്തിച്ച കാര്യം വളരെ നയതന്ത്രപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അല്ലേ? മിഷൻ സിന്ദൂറിലൂടെ, അല്ലെങ്കിൽ ആ സിന്ധു നദി ജലം തടഞ്ഞു വെച്ചതിലൂടെ അവിടെ വളരെയധികം പ്രാക്ടിക്കലായിട്ടൊരു മെൻറ്റാലിറ്റിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി എന്തെല്ലാം ഇതിലൂടെ കടന്നു പോകുന്നു. അദ്ദേഹം പിടിച്ചു നിൽക്കുന്നില്ലേ? അപ്പോൾ രാഷ്ട്രീയത്തിലും ഇതുണ്ട്. എല്ലാ മേഖലകളിലും തൊഴിൽപരമായിട്ട് നിങ്ങളെ വിഴുങ്ങാനായിട്ട് നിൽക്കുന്ന ഭൂതമുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് മാറാം. അപ്പോൾ അങ്ങനെ പല രീതിയിലും നിങ്ങൾക്കിവിടെ സഹായം എത്തിക്കാൻ പലരും നിങ്ങളെ മുന്നോട്ട് വരും. ഒരു സഹായഹസ്തം ആ സമയത്ത് നീട്ടിത്തന്നാൽ നിങ്ങൾ ഈ ആപത്തുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടും. അതൊന്ന് ആലോചിക്കൂ. അങ്ങനെയുള്ള അനിശ്ചിതാവസ്ഥയിൽ ഒരാളുണ്ടാവും. ആ കാർമിക് ചക്രയിൽ അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തിൽ നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടാകും. ആ സമയം ഈ വരികളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ വടയിൽ വഴി തെളിക്കൂ. ആ ഒരു ഗാനം. കാട്ടിൽപ്പെട്ട് നിങ്ങളെ വഴി തെളിക്കാൻ ഒരാൾ വരും. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, വലിയൊരു കാട്ടിലകപ്പെട്ടു ഞാനും വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിക്കു നേർവഴി അരുളേണം നാഥ തിരുവയ്ക്കം വാഴും ശിവശംഭോ. ഇതൊക്കെ ആത്മീയത ഉള്ളവർക്ക് വേണ്ടിയാണ്, സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാൾ. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ദൃഢമായ നിശ്ചയം എനിക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ദ ഹോൾ യൂണിവേഴ്സ്, മുഴുവൻ പ്രപഞ്ചവും നിങ്ങളോടൊപ്പം നിൽക്കും. നിങ്ങളെ പോസിറ്റീവായിട്ടുള്ള വഴിയിലേക്ക്, നിങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടാതെ പോസിറ്റീവായിട്ടുള്ള ഒരു വഴിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ, നിങ്ങളൊരു ഏത്തിസ്റ്റ് ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള അനിശ്ചിതാവസ്ഥകൾ തരണം ചെയ്യാൻ നിങ്ങൾ ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണടച്ച് ചിന്തിക്കുക. ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ഒരു റിലാക്സേഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങളെ വേണ്ടപ്പെട്ടവരെ പറ്റി ഒന്ന് ചിന്തിക്കുക. എങ്ങനെ എൻ്റെ അമ്മ എന്നെ വളർത്തിയെടുത്തു, അച്ഛൻ വളർത്തിയെടുത്തു, അവരെന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തു. ഇങ്ങനെ വഴി കളയാനുള്ളതാണോ എൻ്റെ ജീവിതം? അതൊന്ന് ചിന്തിച്ച് നോക്കൂ. ഏറ്റവും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്കത് എനർജി പകരും. കാരണം പൂർവ്വപിതാക്കളോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് ആത്മഹത്യ. അതുകൊണ്ട് മുന്നോട്ട് പോവുക. നമുക്ക് 100 വഴികൾ തുറക്കപ്പെടും ഒരു വഴിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ. അത് ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും ആത്മഹത്യകൾ ഒഴിവാക്കുക. കഴിയുന്നതും ആ വഴി തേടിപ്പോവുക. വരും, നിങ്ങളെ തേടി വരും നിങ്ങളുടെ യഥാർത്ഥ സേവിയർ, അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷപ്പെടുത്താനുള്ള വഴി. നമസ്കാരം.